അപ്പം നമ്മുടെ പരിപാടികൾ നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഗൈസ്. എൻ്റെ ഗായ്സ്, ഇതിനകത്ത് ഇവിടെ കുറച്ച് മുന്നേ നല്ലൊരു കിട്ടുന്ന സാധനം വന്നായിരുന്നു. ബട്ട് ഇപ്പം ഇത് കാണുന്നില്ല. അതാണ് പറ്റിയത്. ഇതാരായിരുന്നു? ഗ്ലോബൽ ബ്രാൻഡ്. ഇതാരാ? ഹൂ ഇസ് ദിസ്? She turned a mother's fear into a global brand. A rash on her baby started a $1 billion business. It is of Jessica Alba. Oh, Jessica Alba built the Honest Company. Yep. ജെസിക്ക ആൽബ 2008 പുള്ളിക്കാരത്തേക്ക് ആദ്യത്തെ ചൈൽഡ് ഉണ്ടാവുന്നത്. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോമൺ ബേബി ഡിറ്റർജൻസ് ആയിരുന്നു. അതേപോലെ ന്യൂ ബോൺ വർക്കൗട്ടിങ് ഹൈറ്റ്സ്. എന്താണോ അത്? ദാറ്റ് മൊമെന്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. വാവ്. She dug deeper. Everyday safe products were filled with toxic chemicals. എല്ലാ സാധനവും നല്ല കെമിക്കൽ വെച്ചിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈവൻ വൺസ് മാർക്കറ്റ് ഫോർ ബേബീസിന് വേണ്ടി മാർക്കറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഷീ ഫെൽറ്റ് ബിട്രൈഡ് ആൻഡ് ഡിസൈഡഡ് ടു ആക്ട്. അവിടെയൊന്നും പുള്ളിക്കാരത്തി വിട്ടുകൊടുത്തില്ല. അവൾ നേരെ പുള്ളിക്കാരത്തി ആക്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരത്തിൻ്റെ കമ്പനിയാണ് അത്. ഫാമിലീസിന് വളരെ സേഫർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആക്ച്വലി പ്രൊഡക്റ്റുകൾ പുള്ളിക്കാരത്തി വിൽക്കുന്നുണ്ട്. ഹിഡൻ കെമിക്കൽസ് ഇല്ല, മിസ്ലീഡിങ് ലേബിൾസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഹോണസ്റ്റി ആയിരുന്നു പുള്ളിക്കാരത്തിൻ്റെ മുഖമുദ്ര. ഇൻവെസ്റ്റേഴ്സ് ലാഫ്ഡ്. വൗ. ടു ദം ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ആക്ട്രസ് വിത്ത് എ സൈഡ് ഹസിൽ. സത്യം, ഇൻവെസ്റ്റേഴ്സൊക്കെ ലാഫ് ചെയ്യും. കാരണം പുള്ളിക്കാരത്തേക്ക് ആക്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് പണിയുണ്ട്. അത്രേ ഉള്ളൂ. ബട്ട് ഷീ refused to quit and found believers. Okay. The Honest Company launch. ഇതാണ് The Honest Company. അതാണ് പുള്ളിക്കാരത്തിൻ്റെ. ബേബി വൈപ്സ്, ഡയപ്പേഴ്സ് ആൻഡ് സോപ്സ്. നോൺ ടോക്സിക്, ക്ലീൻ, മിനിമലിസ്റ്റിക്, പാരൻസ് ലവ്. കിടലൻ സാധനമാണ് പുള്ളിക്കാരത്തെ ഇറക്കി വിട്ടേക്കുന്നത്. The buzz was instant. Celebrities braved. Moms became evangelists. Within 2 years, the Honest Company hit a 1 billion valuation. 2 വർഷം കൊണ്ട് 1 ബില്യൺ വാല്യുവേഷൻ. അത് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം 1 ബില്യണോളം പുള്ളിക്കാർക്ക് വാല്യുവേഷൻ ആക്ച്വലി ഉണ്ടാക്കിയത്. വാവ്. അത്രയും ബില്യണോളം വാല്യുവേഷൻസ്. ദെൻ കെയിം ദ ബ്ലാക്ക് ക്ലാസ്, ലോസ്യൂട്ട്സ്, മീഡിയ ഡൗട്ട്, ഇൻഡസ്ട്രി ക്രിറ്റിസിസം, എല്ലാവരും. ഈസ് ഹോണസ്റ്റി റിയലി ഹോണസ്റ്റ്? പുള്ളിക്കാരത്തിനും അങ്ങനെ പണി കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. Jessica did not fold. She doubled down on testing and transparency. Reformulated, rebranded, studied business to become a stronger CEO. In 2011, the Honest Company went public. എൻ്റെ അമ്മ, Honest Company ഇപ്പം പബ്ലിക്കാണ്. അതേപോലെ തന്നെ 1.4 ബില്യൺ വാല്യുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആൽബിൻ്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 80 മില്യനാണ്. ആക്ടേഴ്സ് ഹാഡ് ബിക്കം എ റിയൽ ബിസിനസ് മെറ്റീരിയൽ. വാവ്. സീന് ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. അതായത് പുള്ളിക്കാരത്തി ആ കൊച്ചുണ്ടായിരുന്ന സമയത്താണ് പുള്ളിക്കാരത്തിക്കുണ്ടായ ആ സ്ട്രഗിൾസാണ് പുള്ളിക്കാരത്തിന് ആക്ച്വലി ഇങ്ങനെ കുറച്ചും കൂടെ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. സത്യം പറയാലോ. പുള്ളിക്കാരത്തിൻ്റെ കുറേയധികം സിനിമകളുണ്ട്. ഇന്ന് നമ്മുടെ പോൾ വാക്കറിൻ്റെ കൂടെ ആക്ച്വലി ഒരു സിനിമയുണ്ട്. അതേപോലെ തന്നെ പിന്നെ പോൾ വാക്കറിൻ്റെ കൂടെയാണ്. പിന്നെ ജേസൺ സ്ഥാപനത്തിൻ്റെ കൂടെ ഒരു പടമുണ്ട്. അത് നല്ല കിടന്ന പടമാണ്. അതൊരു നല്ലൊരു ഇതാണ്. എന്തുണ്ടായിരുന്നു മറ്റേ ഇതിലുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഈ ത്രില്ലർ, അതേപോലെ ഈ നമ്മൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി, അതൊക്കെയാണ് ആ ഒരു പടത്തിലുള്ളത്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തിൻ്റെ വേറൊരു പടം കൂടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് മറ്റേ ഫാൻറ്റാസ്റ്റിക് വേൾഡിൽ പുള്ളിക്കാരത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരത്തിനെ അങ്ങനെ ആ സിനിമയിലാണ് പുള്ളിക്കാരത്തിനെ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ ഒരു സിനിമകളിലെല്ലാം പുള്ളിക്കാരത്തിനെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. പുള്ളിക്കാരത്തിനോട് ചെറിയൊരു ക്രഷൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. പക്ഷെ എനിക്ക് ആദ്യത്തെ ആ മോഹം കണ്ടപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല. യെസ്. ഇതാണ് IBM. ഈ ഒരു ന്യൂസ് ആയിരുന്നു ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. സത്യം പറയാലോ, 850 ബില്യൺ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാണ് പുള്ളി ബീറ്റ് ചെയ്തത്. IBM പുള്ളിനെ റിജക്ട് ചെയ്ത് അപ്പം IBMനെ ബീറ്റ് ചെയ്യാനായിട്ട് അടുത്ത കിട്ടുന്ന ഒറാക്കിൾ ആക്ച്വലി അവർ ബിൽഡ് ചെയ്തു. ലാരി എലിസൺ 30 വയസ്സിൽ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ബ്രോക്കാണ്, സെൽഫ് ടോട്ട് പ്രോഗ്രാമർ. ഇവിടെ പഠിപ്പിച്ചല്ല, സെൽഫ് ടോട്ട് പ്രോഗ്രാമറാണ്. പിന്നെ ഡ്രീം ജോബ് IBM. ആ ഒരു സമയത്ത് IBM എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം
28 വയസ്സോ അതിൻ്റെ മുകളിലാണ് ഉണ്ട് പുള്ളിക്ക്. ആ സമയത്ത് IBM എന്ന് പറഞ്ഞാൽ കിടിലൻ കമ്പനിയല്ലേ. ബട്ട് നോ ഡിഗ്രി മീൻറ്റ് നോ ഇൻ്റർവ്യൂസ്. ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് IBM പുള്ളിക്ക് ഒന്നും കൊടുത്തില്ല. പാത്ത് വാസിൻ സ്മൂത്ത്. അതെല്ലാവരുടെയും എങ്ങനെയാണല്ലോ, പാത്ത് സ്മൂത്ത് ആയിരിക്കില്ല. ബോണക്സ് given up by his man at 9 months. 9 മാസം പ്രായമുള്ളപ്പം പുള്ളിക്കാരൻ്റെ അമ്മ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചു. അതേപോലെ തന്നെ ചിക്കാഗോയിലാണ് പുള്ളിക്കാരൻ റൈസ് ചെയ്തത്. അതേപോലെ അഡോപ്റ്റഡ് ആയിട്ടുള്ള പാരൻസ് ആണ് പുള്ളിക്കാരൻ്റെ റൈസ് ചെയ്തത്. പുള്ളിക്കാരൻ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് പുള്ളി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ അമ്മ അഡോപ്റ്റീവ് മദർ മരിച്ച സമയത്താണ് ആ ഒരു യൂണിവേഴ്സിറ്റി പുള്ളി ഡ്രോപ്പ് ഔട്ടൊക്കെ ആയിട്ട്. പിന്നെ ട്രൈഡ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി പുള്ളി ട്രൈ ചെയ്തായിരുന്നു. ബട്ട് നെവർ പുള്ളി അതും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വൺ സെമസ്റ്റർ കോഡിംഗ് വാസ് ഇനഫ് ടു സ്പാർക്ക് ഒബ്സഷൻ. അതായത് ഒരു സെമസ്റ്റർ കോഡിങ്, ആ കോഡിങ് വഴിയായിട്ട് പുള്ളിക്കാരന് വളരെയധികം ഈസി ആയിട്ട് പരിപാടി ഇതാക്കാനായിട്ട് കോഡിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് എനിക്കൊക്കെ സത്യം പറയാമല്ലോ. എനിക്കിപ്പം ഇത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വെറുത്ത്. കോഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പരിപാടി ഉള്ള കാര്യം പറയുന്നത് നല്ല രീതിയിൽ വെറുത്തിട്ട്. ദോ ഈസ് 20s he drifted job to job. 20s പുള്ളി ഇങ്ങനെ ജോബ് ബാങ്ക്സ് അതേപോലെ ഇൻഷുറൻസ് കമ്പനിയിലെല്ലാം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്കാരൻ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലേണിംഗ് പ്രോഗ്രാം ബൈ ഡൂയിങ് നോട്ട് സ്റ്റഡിങ്. സ്റ്റഡി അല്ലായിരുന്നു, ഫുള്ളും ഡൂയിങ് ആയിരുന്നു ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐ ജസ്റ്റ് പിക്ഡ് അപ്പ് എ ബുക്ക് ആൻഡ് സ്റ്റാർട്ടഡ് കോഡിങ്. അങ്ങനെയല്ല, കോഡിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാണ്. പുതിയൊരു കാര്യം ബിൽഡ് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈ അപ്ലൈ ടു IBM 1975 IBMൽ അപ്ലൈ ചെയ്യുന്നത്. ടെക്കൊക്കെ നന്നായിട്ടറിയാം. അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷേ HR-മാരില്ല. HR-മാർ കെയർ ചെയ്യൂല. എത്ര പേരെയാണ് കയറിയാത്തത്? HR-മാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോ ഡിഗ്രി നോ ഇൻ്റർവ്യൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. എന്നാലിപ്പം ചെറുതായിട്ട് മാറി വരുന്നതൊക്കെ ഉണ്ട്. റിജക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ പറന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ലീസൺ പ്രാക്ടീസ് ആൻഡ് ഡോ വെസ്റ്റ്. കാലിഫോർണിയ സിലിക്കൺ വാലിയിലേക്കാണ് അണ്ണൻ നേരെ പടച്ചു വിട്ടത്. ജസ്റ്റ് ഇനഫ് മണി ഫോർ ഗ്യാസ് ആൻഡ് ഫുഡ്. ആകെ ഗ്യാസിനും ഫുഡിനും മാത്രമേ അണ്ണൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. പിന്നെ നോ പ്ലാൻ ഓൺലി അംബിഷൻ. ആ ഒരു അംബിഷനാണ് ഇപ്പോൾ ഒറാക്കിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അറ്റ് അമിതാഹൽ കോർപ്പറേഷൻ ഈ വർക്ക് ഓൺ IBM compatible mainframes. Then CIA project called Oracle. അത് ആക്ച്വലി ഒരു CIA പ്രൊജക്റ്റ് ആയിരുന്നല്ലോ ഈ ഒറാക്കിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി IBM's research paper on ഡാറ്റാബേസസ്. ആ ഒരു ഡാറ്റാബേസ് എനിക്ക് തോന്നുന്നു ഒറാക്കിളിന് ചിലപ്പോൾ ഡാറ്റാബേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡാറ്റാബേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ റിസർച്ച് പേപ്പേഴ്സ് വഴിയായിട്ടാണ് IBMൻ്റെ ഡാറ്റാബേസ് ഒക്കെ അവർ പഠിച്ചത്. സോ വാട്ട് IBM ignored കൊമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ. അതെന്താണാവോ കൊമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ? 1997 he found സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലാബ്സ്. 1977 പുള്ളി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലാബ്സ് തുടങ്ങിയിരിക്കുന്നത്. $200 അന്നത്തെ പറയാൻ പറ്റില്ല. അന്നത്തെ $2,000 $200. അതേപോലെ തന്നെ 90 സ്ക്വയർ ഫീറ്റിലായിരിക്കും ഓഫീസ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പണ്ട് വിട്ടേക്കുന്നത്. മിഷൻ ബിൽഡ് ഡാറ്റാബേസ് വെട്ടതായിരിക്കും. അതായിരുന്നു ഒരു നല്ല കിടന്ന ഡാറ്റാബേസ് അവർക്ക് ഉണ്ടാക്കാൻ IBM-നേക്കാളും പൊളിച്ചടിക്കുക എന്നുള്ളത്. 1981 IBM വാസ് ലൈസൻസിങ് ഒറാക്കിൾസ്. ഒറാക്കിളിൻ്റെ ഡാറ്റാബേസ് ലൈസൻസ് ചെയ്തിരുന്നോ? ദ സെയിം കമ്പനി ദാറ്റ് വുഡൻ ഹയർ എലിസൺ. കിട്ടില്ല. അതാണ് ചില സമയത്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ ചില റിജക്ഷനൊക്കെ കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസിന് വഴി വരും. ഇതൊക്കെയാണ് കാരണം IBM ആണ് ഒറാക്കിളിൻ്റെ ഡാറ്റാബേസ് ലൈസൻസ് ചെയ്ത് കൊടുത്തത്. ആ ലാരി എലിസനെ റിജക്റ്റ് ചെയ്ത കമ്പനിനെ അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഇതാക്കി കൊടുത്തു, ലൈസൻസ് ചെയ്ത് കൊടുത്തു എന്നാണ്. അതേപോലെ പുള്ളിക്കാരൻ ഇപ്പം പേ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒറാക്കിൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 1986 തന്നെ പബ്ലിക് ആയിട്ടുണ്ട്. സത്യം പറയുമല്ലോ 1987 ഡാറ്റാബേസ് ഫുള്ളും അവരുടെ കയ്യിലായിട്ടുണ്ട്. എലിസൺ മുഖ്യാണ് മാസ്റ്റർ റിച്ച്മാനല്ലേ. ഇപ്പം ഇവർക്ക് ഈ ഒറാക്കിളിന് ഇപ്പോൾ ആരോടെ NVIDIA ആയിട്ടുണ്ട്, അതേപോലെ ഓപ്പൺ AI ആയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു ടൈപ്പ് ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്.
സീൻ എന്ന് പറഞ്ഞാൽ പോലെ യാപ് യാപ് യാപ്. ഇതിനകത്ത് അറിയാവുന്ന വല്ല മനുഷ്യരുണ്ടോ നോക്കട്ടെ. അറിയാവുന്ന ഒറ്റൊരു മനുഷ്യനില്ല. Monopoly. McDonald's Monopoly was the greatest scam you never noticed. നമുക്ക് മെക്ഡൊണാൾഡ്സ് അറിയാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം മെക്ഡൊണാൾഡ്സിൻ്റെ കാര്യം. മെക്കി 1987 മെക്കി ഡൊണാൾഡ്സ് ലോഞ്ച് ന്യൂ മാർക്കറ്റിംഗ്. ഇതാണ് എനിക്ക് മാർക്കറ്റിംഗ്. PA സ്റ്റിക്കർ കളക്ട് മോണോപോളി പീസസ്, വിൻ കാർസ്, വെക്കേഷൻ, ഇവൻ 1 million. It was supposed to be fun. It became fraud. അതെങ്ങനെ പീലെ സ്റ്റിക്കർ, ഒരു സ്റ്റിക്കർ നിങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ അതേപോലെ കളക്ട് മോണോപോളി, വിൻസ്, കാർസ്, വെക്കേഷൻസ് ആൻഡ് 1 million $. അതായിരുന്നു അവരുടെ ഓഫർ എന്ന് പറയുന്നത്. അതായത് ഈറ്റ് തിന്നാലല്ലേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർ എന്താ കഴിക്കാൻ തുടങ്ങും. സിമ്പിൾ. ആൻഡ് അമേരിക്ക വേണ്ടി ക്രേസി ഫോർ ഇറ്റ്, സെയിൽസ് എക്സ്പ്ലോഡ്. അങ്ങനെ ഒരു പുതിയൊരു മെക്കാനിസം വന്നപ്പം അമേരിക്കയിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെല്ലാം മെക്കി കയറിയിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കഴിച്ച് അവർക്ക് നല്ല ലാഭം കിട്ടാൻ തുടങ്ങി. ബിഹൈൻഡ് ദ സീൻസ് എവരി ടോപ്പ് പ്രൈസ് ഇൻ വെരി ബിഗ് വിൻ വാസ് സ്റ്റോളൻ. എൻ്റെ അമ്മോ, എല്ലാം ഇങ്ങനെ ബിഗ് വിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താണ്, സാധനമൊക്കെ നല്ല പൈസ അങ്ങ് ഉണ്ടാക്കി കൊടുക്കൂലേ. അപ്പം അതങ്ങനെ സ്റ്റോള് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ബൈ 1 man. ഒരു മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാ ഐഡിയൻ്റെയും പിന്നിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. ആരായിരുന്നത്? മീറ്റ് ജെറോം ജേക്കബ്സൺ. ഇതാണ് പുള്ളി. ഹെഡ് ഓഫ് ദ സെക്യൂരിറ്റി. മെക്ഡൊണാൾഡ്സിൻ്റെ ഹെഡ് ഓഫ് ദ സെക്യൂരിറ്റിയാണ് ഗെയിം പീസസിൻ്റെ. ഓക്കെ. എൻ്റെ അമ്മോ, എല്ലാ വിന്ന് ചെയ്യുന്ന എല്ലാ ടിക്കറ്റിലേക്കും പുള്ളിക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തിരിക്കുക. എൻ്റെ അമ്മ. അതേപോലെ തന്നെ പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. $millions എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് ഒരു വിടലനായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതേപോലെ ഈ സ്മഗിൾഡ് വിന്നിങ് പീസസ് ഔട്ട് ഓഫ് സെക്യൂർ വാളറ്റ്. വാവ്. ദെൻ സോൾഡ് ദെം ടു ഫേക്ക് വിന്നേഴ്സ്. ഫേക്ക് വിന്നേഴ്സിന് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. എവരിബഡി ഗോട്ട് എ കട്ട്. ജെറോം ഗോട്ട് റിച്ച്. സത്യം. ഇന്ത്യ മോനെ. അതായത് ഇങ്ങനെ ഉടായ്പ പരിപാടിയൊക്കെ നടത്തി വേറെ ഫേക്കായിട്ടുള്ള വിന്നേഴ്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഇവർക്കെല്ലാം കൊടുക്കും. അതേപോലെ അവർക്കും പൈസ കിട്ടും, ജെറോമിനും പൈസ കിട്ടും. അതിനകത്ത് ഇത്ര ശതമാനം എന്ന് പറയുന്നത് ഹി മെയ്ഡ് വിന്നേഴ്സ് സൈൻ NDAs. NDAs എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കോച്ചിൻ്റെ ബാക്ക് സ്റ്റോറീസ് വരെ അവരെ കൊണ്ട് കോച്ച് ചെയ്തെത്തുന്നതാണ്. അതേപോലെ റിഹേഴ്സ് ചെയ്തു. മെക്ഡൊണാൾഡ്സിൻ്റെ ഇൻ്റർവ്യൂസിന് വേണ്ടി അവരെ റിഹേഴ്സ് ചെയ്തു. അപ്പോൾ നോ വൺ നോട്ടീസ് ചെയ്തിരുന്നു. 12 വർഷം ഈ കള്ളത്തരം ഇങ്ങനെ ഓൺഗോയിങ് ആയിരുന്നു. 2000 എന്താ പറയുക, ജെറോം ഹാഡ് സ്റ്റോളൻ നിയർലി എവറി മേജർ പ്രൈസ്. എൻ്റെ അമ്മ, എല്ലാം പുള്ളീൻ്റെ കൈകളിലായിട്ടുണ്ടെന്നാണ്. ഏകദേശം 24 ബില്യൺ പുള്ളിക്കാരൻ അടിച്ചെന്നെടുത്ത്. വൺ ഫോൺ കോൾ ചേഞ്ച് എവരിത്തിങ്. ടിപ്സ്റ്റർ കോൾഡ് ദ FBI. ടിപ്സ്റ്റർ എന്താ, ഒരു കോഡ് കാരനാണ് പണി കിട്ടിയത്. സെറ്റ് ദ ഗെയിം വാസ് ഫേക്ക്. ആ ഗെയിം ഫേക്ക് ആണെന്ന്. ആൻഡ് നെയിംഡ് ജെറോം ജേക്കബ്സൺ. FBI ലോഞ്ച് ഓപ്പറേഷൻ ഫൈനൽ ആൻസർ. വൈറസ്റ്റാഫ് സർവൈലൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഏജൻസ് ഇവൻ പോസ്റ്റ് ആസ് എ ഹോളിവുഡ് ഫിലിം ക്രൂ ടു ഇന്റർവ്യൂ ദ ഫേക്ക് വിന്നേഴ്സ്. എൻ്റെ മോനെ, ഏജൻസ് ഹോളിവുഡ് ഫിലിം ക്രൂവിൻ്റെ ആൾക്കാരായിട്ടാണ് വന്നിട്ടാണ് അവരെ ഇതാക്കിയേക്കുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വന്നത് ആ ഏജൻസ് FBI-ൻ്റെ. 1 by 1 വിന്നേഴ്സ് ക്രാക്ക്ഡ്. ബെസ്റ്റ് കൺഫെഷൻ കോഡ്. നാട്ടുകാരെല്ലാം കൂടെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എവരി ട്രയൽ ലെഡ് ബാക്ക് ടു ജെറോം. എല്ലാം ജെറോമിൻ്റെ അടുത്തേക്കാണ് പോയത്. 2001 51 ആൾക്കാരെയാണ് പൊക്കിയത്. സ്കാം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. മെക്ഡൊണാൾഡ്സ് ഓംഫി അവര് ഗിൽറ്റി ഒന്നും അടിച്ചിട്ടില്ല. അവര് വളരെ കോംപ്ലിസിറ്റ് ആയിട്ടുണ്ട്. ഡിസാസ്റ്റർ. മെക്ഡൊണാൾഡ്സ് ഓൺലി ന്യൂ ഗെയിം. ബെസ്റ്റ്. ഒന്ന് പോയപ്പം വേറെ നിന്ന് പറഞ്ഞ അടുത്ത സാധനം 10 മില്യൺ ഒക്കെ ആയിരുന്നു. റിയൽ പ്രൈസ്ഡ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഗൈസ്. അപ്പം ഉബ് എന്ന് പറഞ്ഞാൽ വരും. 37 മാസം പുള്ളിക്കാരൻ ജയിലിലായിരുന്നു ഈ ഒരു മുമ്പിൽ. കാരണം 24 മില്യൺ സ്റ്റോൾ ചെയ്തത് കൊണ്ടിട്ടാണ് 3 years സർവീസ്. എൻ്റെ അമ്മ 3 വർഷം. ദ ഹൗസ് ഓൾവേസ് അണ്ടർ ഇറ്റ് ഡസൻറ്റ്. എൻ്റെ മോനെ, പുള്ളിക്കാരൻ 3 വർഷം ജയിലിലായി പോയി.
ഒരുമാതിരി ഒരു സീനാണ് അവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്താണെന്നറിയോ സീൻ. വാറൻ ബഫറ്റിനാണ് ഇപ്പൊ 150 ബില്യന്റെ മുകളിൽ ഉണ്ടാവുമായിരിക്കും പുള്ളിൻ്റെ ഇത്. കാരണം സൗദി അറാംകോ പിന്നെ ഈ ബർഷത് ഹാർവേസ് ഒക്കെയാണ് എസ്പെഷ്യലി നല്ല രീതിയിൽ ഇത് കൊണ്ടുത്തരുന്നത്. എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത്. $10,000 $147 ബില്യൺ ആക്കി പുള്ളി മാറ്റിയേക്കുന്നത്. എല്ലാ ഹെഡ്ജ് ഫണ്ടും എല്ലാം നല്ല മേജർ ഷെയർസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളീൻ്റെ കമ്പനിയിൽ ഏകദേശം പണ്ടൊക്കെ $1 എടുത്തായിരുന്നെങ്കിൽ ഇന്നത് എത്ര ശതമാനമാവും? $1 പണ്ട് ആ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് $54,000 ഒക്കെ ആയിട്ട് കിട്ടുന്നു. ഒരു സ്റ്റഡി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഇവിടെ എക്സ്പെക്ട് സ്പാനിഷ് ആൻഡ് കോംപ്ലക്സ് ആണോ? ഇറ്റ്സ് ദ ഓപ്പോസിറ്റ്. അതെന്താണ് ഓപ്പോസിറ്റ്? 10% കാഷ് ഇൻ ഷോർട്ട് ടേം ഗവൺമെൻറ് ബോൺസ്. 10% ഗവൺമെൻറ് ബോൺസിലിടും, പക്ഷെ അത് ഷോർട്ട് ടേമിലായിട്ടായിരിക്കും. അതേപോലെ തന്നെ 90% വെരി ലോ കോസ്റ്റ് S&P. 90% എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിട്ടുള്ള S&Pയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായിരുന്നു അവർ പറഞ്ഞേക്കുന്നത്. നോ ക്രിപ്റ്റോ ഇല്ല, നോ ഹെഡ്ജ് ഫണ്ടും ഇല്ല, നോ സ്റ്റോക്ക് പിക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ബോൺസ് ആൻഡ് SIP 500. ഓ വൈ സോ സിമ്പിൾ? ബിക്കോസ് ബഫറ്റ് നോസ് 90% cannot beat the market. അങ്ങനെയൊക്കെ അറിയാലേ. ആൻഡ് മോസ്റ്റ്ലി റൂട്ട് ബൈ ലൂസ്. യെസ് ആയിരിക്കാം, പുള്ളിയൊക്കെ പറഞ്ഞ ഇൻവെസ്റ്റർ അല്ലേ. ഗോൾ വളരെയധികം സിമ്പിളായിരുന്നു. ഓൺ എ പീസ് ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ കമ്പനീസ് ആൻഡ് ലെറ്റ് കോമ്പൗണ്ടിങ് ഡു ദ വർക്ക്. ബെസ്റ്റ് എല്ലാ അമേരിക്കൻ കമ്പനിയിലും പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു ക്യാഷ് സാധനം വേണമായിരുന്നു. ഇറ്റ്സ് നോട്ട് എക്സൈറ്റിംഗ് ബട്ട് ഇറ്റ് വർക്ക്സ്. പുള്ളിക്ക് അത് വർക്ക് ചെയ്തു. പുള്ളിക്ക് തന്നെ അത് കൊക്കക്കോളേൻ്റെ നല്ലൊരു 10% ഓഫ് ഷെയർസ് പുള്ളീൻ്റെ അടുത്തുണ്ട്. ഇതുണ്ട്, പിന്നെ ആപ്പിളിലുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ കുറേ കമ്പനികളുണ്ട്. ഹാവ് ടേൺഡ് 10% again. Oh, sorry that. The bond smooth volatility. The low fees keep more money in your pocket. Wow. കൺസിസ്റ്റൻസിയും കോംപ്ലക്സിറ്റിയും കൊണ്ടാണ് പുള്ളി അണ്ണനെടുത്ത് കളിച്ചത്. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഡു ദ ഓപ്പോസിറ്റ്. ചേസ് ട്രെൻഡ്സ്, പാനിക് ഡ്യൂറിങ് ക്രാഷസ്, പേ ഹൈ ഫീസ് ആൻഡ് അണ്ടർ പെർഫോം ഫോർ ഡെക്കേഡ്. അങ്ങനെ കുറേ സ്റ്റോക്കുകൾ ആക്ച്വലി ഉണ്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന കുറേ. ബഫറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ഡിസൈൻഡ് എ പ്ലാൻ ദാറ്റ് അവോയ്ഡ്സ് ഓൾ ദാറ്റ്. എല്ലാ പ്ലാൻ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനം എടുത്തിരുന്നു. ജസ്റ്റ് ഫോർ ബില്യണേഴ്സിന് വേണ്ടി അല്ലായിരുന്നു. ഫോർ എനിവൻ ഹൂ തിങ്സ് ലോങ് ടേമിലേക്കായിരുന്നു പുള്ളി മെയിനായിട്ട്. ഇഗ്നോർ ഹൈപ്പൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. അതേപോലെ ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതാണ്, അതായത് ഇങ്ങനെ പതുക്കെ നമ്മൾ ലീവ് ചെയ്യാന്നുള്ള കാര്യമില്ല. അതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ലീവ് ചെയ്യുക. അതാണ് ആക്ച്വലി അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. When Buffett admits most people shouldn't pick stocks, they should just buy the index. Yes, അതൊരു സത്യമാണ്. അതായത് ഈ പണത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് നമ്മൾ കുറേ ആൾക്കാർക്ക് വാങ്ങുന്നുണ്ട്. ഞാനും അങ്ങനെ ഭംഗിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതൊരു കാര്യം തന്നെയാണ്, അത് വേറൊരു സത്യം തന്നെയാണ്. Wealth isn't built by being clever. It's built by being disciplined ആയിരിക്കുക. റെപ്പറ്റീഷൻ ബൈ ഗ്രേറ്റ് കമ്പനീസ്. എല്ലാം ഗ്രേറ്റ് കമ്പനീസ് ആണ്. ഹോൾഡ് ദം ഫോർ അവർ. എല്ലാം അവരെ വളരെയധികം ഹോൾഡ് ചെയ്യണം. ഇഗ്നോർ ദ നോയ്സ്. എല്ലാത്തിനും ഇഗ്നോർ. ഇത് മറ്റേ കൊക്കക്കോള വല്ലതും കുടിക്കുന്ന ഇതായിരിക്കുമോ? ദാറ്റ്സ് എൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞു. വാറൻ ബഫറ്റ്, ഈ പലാന്തറിൻ്റെ CEO എന്ന് പറയുന്ന അണ്ണൻ വളരെ സീനാണ് ഗൈസ്. പുള്ളി ആകെ ഒരു സീനാണ്. എനിക്ക് കമ്പനി പലാന്തർ എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുള്ളതൊന്നും അല്ലാതെ ഐ നെവർ നോ എന്താണ് പുള്ളിൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെ. ഒരു ഫിലോസഫി PhD ഉള്ളൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യും. ക്യാബിനിലൊക്കെയാണ് പുള്ളി ജീവിക്കുന്നത്. അതേപോലെ തന്നെ എത്തിക്സിലൊക്കെ essays ഒക്കെ റൈറ്റ് ചെയ്യുന്നത്. നോട്ട് ഗോഡ്, എത്തിക്സിലാണോ essays റൈറ്റ് ചെയ്യുന്നത്? നോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്, നോ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഇതൊന്നും അണ്ണൻ്റെ കയ്യിലില്ലായിരുന്നു. അതാണ് പീറ്റർ തിയർ. ഹി വാണ്ടഡ് ടു ബിൽഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കുഡ് ഫൈൻഡ് ടെററിസ്റ്റ് ആഫ്റ്റർ. എൻ്റെ അമ്മോ, മറ്റേ 9/11 ഇഷ്യൂ ഉണ്ടായിരുന്നു 2003 എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇത് മറ്റേ ഇതിനകത്തേക്ക് ഇങ്ങനെ പ്ലെയിൻ ക്രാഷ് ചെയ്തേക്കുന്നത്. ആ ഒരു സാധനത്തിൻ്റെ സമയത്താണ് ടെററിസ്റ്റുകളെ ഫൈൻ എടുക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം.
എന്താ പറയുക, കുടുംബി കൺട്രോൾ. ഓ, ഒരു ചെങ്ങായി വേണം, പക്ഷെ ആ ചെങ്ങായി ഒരിക്കലും കൺട്രോൾ ആയിരിക്കരുത്. സമ്മൺ ഹൂ തോട്ട് ഡിഫറെൻ്റ്ലി. അങ്ങനെ ഒരു ചെങ്ങായിനെ വേണം എന്നാണ് പുള്ളി ഇതാക്കിയത്. ആൻഡ് വെൻ ഹി ചൂസ് കാർപ്പ് ദ ആൻറ്റി സിലിക്കോൺ വാലി ഫിലോസഫർ. ആൻറ്റി എന്തോ ആൻറ്റി. ആ സമയത്താണ് നമ്മുടെ കാർപ്പിനെ കണ്ടുപിടിക്കുന്നത്. സീക്രട്ടീവ് സ്റ്റാർട്ട്. സത്യം, ഈ പലാന്തരം എന്ന് പറയുന്നത് വളരെ സീക്രട്ടീവ് ആയിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ്റുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ഉണ്ട്, പക്ഷേ അത് വളരെയധികം സീക്രട്ടീവ് ആയിട്ടുള്ള വളരെ ഒരു പരിപാടിയാണ്. അതേപോലെ അതിനെയാണ് ഇവിടെ പലാന്തരം എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഓൾ സീൻസ് ഗോൺ ഫ്രം ലോഡ് ഓഫ് തിങ്സ്. വൈ ദ മിഷൻ മേക്ക് ഡാറ്റ യൂസ്ഫുൾ ഫോർ ഗവൺമെൻറ്റ്സ്. ഡാറ്റാസ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സിവിൽ ലിബർട്ടീസ് ഒക്കെ ബ്രേക്ക് ചെയ്യാത്ത, വയലേറ്റ് ചെയ്യാത്ത ഡാറ്റാസ് എല്ലാം മെയിനായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. അത് നടക്കൂല. ഒന്ന് ഓർത്ത് നോക്ക്, നമ്മുടെ ഓരോ ഡാറ്റാസ് എല്ലാം ഇവന്മാരുടെ അടുത്ത് ഉണ്ടാവും, പറയാൻ പറ്റില്ല. അവരങ്ങനെ എന്തായാലും ബിൽഡ് ചെയ്തു. ക്ലയൻസ് ഇല്ല, കോൺട്രാക്ട് ഇല്ല, എക്സ്റ്റേണൽ ഫണ്ടിങ്, അങ്ങനെ ഒരു പറയൂല. ജസ്റ്റ് ബിലീവ് ആൻഡ് റൺലെസ് കോഡ്. ഓ, കിട്ടില്ല. ദ വൺ ഏജൻസി കോൾഡ് വാക് ദ CA. എൻ്റെ അമ്മ CA വരെ അവരോട് പറഞ്ഞു. ദോ ഇറ്റ്സ് വെഞ്ചോ ആൻഡ് Qtel, the CA became Palantir's first investor. Then one agency called back. Sorry, one agency called back എന്ന് പറഞ്ഞാൽ മാറിപ്പോലെ. എനിക്കത് CA ആണ് അവരെ വിളിക്കുന്നത്. അവരാണ് CA ആണ് അവരുടെ ആക്ച്വലി ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നത്. CA ഒക്കെ വന്നാൽ പിന്നെ ഗെയിം ചേഞ്ചർ ആയല്ലോ. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? പിന്നെ പറയേണ്ട ഒരാവശ്യമില്ല ഗൈസ്. പിന്നെ നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി. CA ഒക്കെ അല്ലേ വന്നേക്കുന്നത്, നമ്മളങ്ങ് വെറുതെ അങ്ങ് നിന്ന് കൊടുക്കാത്താണ്. പലാന്തറിൻ്റെ ടൂൾ ഇതാക്കിയിട്ട് അവരുടെ ടെററിസ്റ്റുകൾ, അതേപോലെ തന്നെ മണി ട്രയൽസ്, പിന്നെ പ്രെഡിക്റ്റ് ID അറ്റാക്സ്. ഇൻ ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇതൊക്കെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ലിബർട്ടികളൊക്കെ വയലേറ്റ് ചെയ്യാൻ ഇതെങ്ങനെ അവർക്ക് സാധിക്കുന്നാകും? ഇൻഡിസ്പെൻസിബിൾ ആയിട്ട് അവർ മാറിയിരിക്കുന്നു. സൂൺ ഓവർ 100 ഏജൻസീസ്, എൻ്റെ 100 ഏജൻസീസ് അവരെയാണ് ഇപ്പം റിലേ ചെയ്യുന്നത്. ഡിഫൻസിലുണ്ട്, ലോ എൻഫോഴ്സ്മെൻറ്റിലുണ്ട്, അതേപോലെ തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസിലുണ്ട്, പാൻഡമിക് ട്രാക്കിങ്, ഈ ഭൂചലനം, സുനാമി, അങ്ങനെ ഇതിനകത്തെല്ലാം ആക്ച്വലി ആൾക്കാരുണ്ട്. പലാന്തർ ഒരു കമ്പനിയല്ല, അതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇത്രയും അധികം ആൾക്കാരെയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അവരുടെ മെക്കാനിസം. Then came the private sector, Ferrari, BP, Merch. അങ്ങനെ എല്ലാം ഇവരുടെ കീഴിലാണ്. പലാന്തർ began helping companies make $1 billion decisions in real time. പലാന്തരൻ, but Carp say different. He refused to sell to dictatorship. ഡിക്റ്റേറ്റർമാർക്കൊന്നും പുള്ളി കൊടുക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ സിലിക്കൺ വാലിൻ്റെ ഇത് ഒബ്സഷൻ, ആഡ്സും അതേപോലെ വൈറാലിറ്റിയിലൊക്കെ പുള്ളി വളരെയധികം നോക്കി ചെയ്തൊരു മനുഷ്യനാണ്. എല്ലാ ദിവസവും പുള്ളി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും. മെഡിറ്റേറ്റ്. എനിഗ്മ എന്താ എനിഗ്മയാവാൻ എന്താ കാരണം? ടു ഇൻസൈഡ് ഇസ് എ പാരഡോക്സ്. എല്ലാവർക്കും പുള്ളിക്കാരനൊരു ഇൻസൈഡർ ആയിരുന്നു. അതേപോലെ ഒരു ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇൻസൈഡർ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരുദ്ധൻ, അങ്ങനത്തെ ഒരു ഫിലോസഫി റൺസ് സ്പൈടെക് എംപയർ. എല്ലാവരും CA വരെയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും സ്പൈടെക് എംപയർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ഡിഡ്ന്റ് കെയർ ഇഫ് എനിവൺ അണ്ടർസ്റ്റാൻഡ് ഹിം. സത്യം, ഇത് വളരെ കോംപ്ലക്സ് നിറഞ്ഞൊരു കമ്പനിയാണ് ഈ ഒരു പലാന്തർ എന്ന് പറയുന്നത്. അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടോ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഈ റെഡ് ബുൾ 125 രൂപ ഗൈസ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. 125 രൂപ കൊണ്ട് നെവർ. ഈ ഡിസ്കവേർഡ് വിയേർഡ് തായ് എനർജി ആണ് ബിസിനസ് ട്രിപ്പിലാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. Dietrich Mateschitz was a toothpaste marketer in his 40s. 40കളിൽ പുള്ളി ഒരു ടൂത്ത് പേസ്റ്റ് മാർക്കറ്റർ ആയിരുന്നു. 40കളിലാണ് നോക്കാം, 30കളല്ല 40കളിൽ. മിഡിൽ മാനേജ്മെന്റ്. നത്തിങ് സജസ്റ്റഡ് he would one day build the world's most extreme brand. ആരും പ്രതീക്ഷിക്കില്ല ഒരു ടൂത്ത് പേസ്റ്റ് മേക്കർ എങ്ങനെയാണ് അവിടെ എത്തുക. 1982 ഒരു ബിസിനസ് ട്രിപ്പ് തായ്ലാൻഡിലേക്ക് പുള്ളി ഇങ്ങനെ ബിസിനസ് ട്രിപ്പ് അടിച്ചു പോയി. ജെറ്റിലാകണം എക്സോസ്റ്റ് ചെയ്തു. അപ്പം എന്താ പറയുക, ഒരു കോളിക്ക് ഒരു ചെറിയൊരു ബ്രൗൺ ബോട്ടിൽ പുള്ളീൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതൊരിക്കലും കോൾഡ് ആയിരുന്നില്ല, അത് വളരെയധികം കാർബണേറ്റഡ് ആയിരുന്നു. ഓർപ്പാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ അത് കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനം തന്നെയായിരുന്നു. ആ ഡ്രിങ്കിൻ്റെ പേരാണ് ക്രെയ്റ്റിൻ ഡെയ്ൻ. അതാണ് അതിൻ്റെ.
ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടൊക്കെയാണ് തോന്നിയത്. അതേപോലെ തന്നെ ഈ തായ് ഫാർമസിയിലൊക്കെയായിരുന്നു അത് സോൾവ് ചെയ്തത്. വെസ്റ്റേൺസ് ഒക്കെ സാധനം ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആ പുള്ളിയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ ആ പൊട്ടൻഷ്യൽ വിടില്ല. അതിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ചെലോ യൂവിന്ത്യ ആ പുള്ളി അങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ അവരൊരു ഡീലിന് അവർ തയ്യാറായി എന്നുള്ളതാണ്. 45% ഈച്ച്, 2% ചാസം, 2% പുള്ളിൻ്റെ ഉണ്ടാക്കിയ മറ്റേ ചെങ്ങാൻ്റെ ഇത് സണ്ണിനുണ്ടായിരുന്ന ഒരു ചായൻ്റെ സീക്രട്ട് എനർജി എവിടെ വേൾഡിൽ കൊണ്ടെത്തണം. അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവർ സാധനം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ക്യാൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് റെഡ് ബോൾ. റെഡ് ബോൾ. അതേപോലെ തന്നെ ഇങ്ങനെ ചാർജായിട്ട് നിൽക്കുന്ന 2 ബുള്ളാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയില്ല, സണ്ണുണ്ട്. ഓ, ഇൻസ്റ്റന്റ് ബ്രാൻഡ് ഐക്കണോഗ്രഫി. കെയിം ദ ഹാർഡ് പാർട്ട് സെല്ലിങ്. സത്യം, ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവിനാണ്. കാര്യം പറയില്ല, ഫോക്കസ് ഗ്രൂപ്പ്സ് ഹേറ്റഡ് ദ ടേസ്റ്റ്. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ റീറ്റെയിലേഴ്സും സാധനം താല്പര്യപ്പെടുന്നില്ല. എക്സ്പെൻസ് നെവർ വർക്ക് ഇൻ ദ ബെസ്റ്റ്. എല്ലാവരും പറയും ബെസ്റ്റിൽ ഒരിക്കലും നടക്കൂല, കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ എല്ലാ റോളും ബ്രേക്ക് ചെയ്തു. ഒരു ടി വി ആഡില്ല, അതേപോലെ തന്നെ ഒരു ബിൽ ബോർഡില്ല, സ്റ്റുഡൻ്റ് ഇല്ല, ക്ലബ്സ് ഇല്ല, അത്ലറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ഈ ത്രൂ വൈൽഡ് ഇവൻസ്. അതങ്ങനെ ഈ അതിൻ്റെ ഹാൻഡ് ഔട്ട് ഫ്രീ ക്യാൻസ് എവരിവെയർ. എല്ലായിടത്തും ഫ്രീ ക്യാനോ, എല്ലായിടത്തും ഫ്രീ ക്യാൻ. എൻ്റെ അമ്മ, വോഡ്കേൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അത്ലറ്റുകളെല്ലാം ഈ ഒരു സാധനം, ഈ ഒരു എനർജി ഡ്രിങ്ക് വളരെയധികം ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡ് ബുൾ എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് അല്ല, അതൊരു മൂവ്മെൻ്റ് ആണ്. യെസ്, അതൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കഫീൻ സോൾട്ട് അഡ്രിനാൽ. അതൊരു കഫീൻ അല്ല ആക്ച്വലി, അതൊരു അഡ്രിനാലാണ്. പെർഫോമൻസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, അതേപോലെ എഡ്ജ് ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള ഒരു അഡ്രിനാലൻ. അതൊരു ഫീലിംഗ് ആയിട്ട് മാറി റെഡ് ബുൾ എന്ന് പറയുന്നതിന്. നോട്ട് എ ഫ്ലേവർ, അതൊരു ഫീലിംഗ് ആയിട്ട് മാറി ഗൈസ്. ഫോർമുല 1 ടീംസ്, സ്കൈ ഡൈവിങ്. സത്യം, ഫോർമുല 1 ടീംസ് ഉണ്ട്, അതേപോലെ സ്കൈ ഡൈവിങ് ടീംസ് ഉണ്ട്, സ്പോർട്ട് ടൂർണമെന്റ്സ് ഉണ്ട്, റെഡ് ബുൾ മീഡിയ ഹൗസസ് ഉണ്ട്, അതേപോലെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളി സ്കൈ ഡൈവിങ് ടീം, പിന്നെ അതേപോലെ ഈ റെഡ് ബുള്ളിൻ്റെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ്. ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഇങ്ങനെ വലിയൊരു കുന്ന്, ആ കുന്നിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവുക, പിന്നെ ഒരു വലിയ കയറ്റം ഇറക്കാൻ വരും, അതിനകത്ത് സൈക്കിൾ ഇങ്ങനെ കടന്ന് മറിയുക. അങ്ങനെ അവർ ആക്ച്വലി ഇങ്ങനെ ആക്ടിവിറ്റീസാണ് അവർ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ റെഡ് ബുൾ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി മെയിൻലി ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. ആ റെഡ് ബുൾ എന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് മാറി. 1977 US റെഡ് ബുൾ ഹിറ്റ് ചെയ്ത്. 2004 100 കൺട്രീസ് വരാം. 2010 എനർജി ഡ്രിങ്ക് ഇൻഡസ്ട്രി അവരുടെ കൈകളിലായിപ്പോയെന്ന് പറയാം. എൻ്റെ മോനെ, 12 ബില്യൺ ക്യാൻസ് ആണ് ഒരു വർഷം അവർ ഇതാക്കുന്നത്. ഏകദേശം 11.4 ബില്യൺ ആണ് അവർ ആനുവലി ഏൺ ചെയ്യുന്നത്. ആൻഡ് സ്റ്റിൽ ഡോമിനേറ്റ്സ് എ മാർക്കറ്റ് ബോൺ ഫ്രം എ 1 lakhs. സത്യം. അങ്ങനെ ഞാൻ ഈ റെഡ് ബുള്ളിനെ ഈ ഒരു ക്യാനിനേക്കാളും ഇഷ്ടം നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ വീഡിയോസ് ഉണ്ട്. എസ്പെഷ്യലി വളരെ കിടിലം വീഡിയോസ് ഉണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ഉള്ള ആൾക്കാർ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അത് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് സ്കൈ ഡൈവിങ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ പാരാഗ്ലൈഡിങ്, അങ്ങനെ പല കാര്യങ്ങളും ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ റെഡ് ബുള്ളുകാർ അവരത് നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പാരാഗ്ലൈഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഈ റെഡ് ബുള്ളിൻ്റെ പരസ്യമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ വേറെ ആൾക്കാരുടെ പരസ്യമല്ല, സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്യുന്നല്ല, അവരുടെ മെയിനായിട്ടുള്ള പരസ്യം ആ ഓരോ ആക്ടിവിറ്റീസ് വഴിയായിട്ട് ഇതാക്കും. ആ ആക്ടിവിറ്റീസ് കാണാനും ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഇൻസ്റ്റയിലും കാണാൻ ആൾക്കാരുണ്ട്, നേരിട്ട് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. റെഡ് ബുൾ സ്ട്രൈപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലാതെ കൃത്യമായിട്ടൊന്നും കേട്ടിട്ടുണ്ട്. വെനസ്ഡേ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. HP കാര്യം നോക്കട്ടെ. HP രണ്ട് കോളേജ് സ്റ്റുഡൻറ്റ് ഡ്രോപ്പ് ഔട്ട്സ് ആണ് $45 ഒരു ഗ്യാരേജിൽ 0 പ്ലാൻ വെച്ചിട്ട് 0 ഫണ്ടിങ് 0 ക്ലൂ. ഇതെല്ലാം കൊണ്ട് HP അവർ ബിൽഡ് ചെയ്തു. HP കഥ കാലോ ആൾട്ടോ 1938 ടു സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ
ഹെവൽ ഹ്യൂലറ്റ് ആൻഡ് ഡെയ്വ് പാക്കാർഡ്. ആ രണ്ട് എഞ്ചിനീയേഴ്സ് അവർക്ക് ജോലിയൊന്നും കിട്ടാതെ, നമ്മളെ പോലെ തന്നെ ജോലിയൊന്നും കിട്ടാതെ അങ്ങ് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്താണ് ഈ ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ വന്ന് അത് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ ഒരാളാണെങ്കിൽ മെഡിക്കൽ സ്കൂളിൽ എവിടെയെങ്കിലും പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, വേറെ ഒരാളാണെങ്കിൽ കോർപ്പറേറ്റിൽ എവിടെയെങ്കിലും ഇതാക്കണം എന്നുണ്ട്. പക്ഷേ ആണ്ടിൽ പ്രൊഫസർ സ്റ്റെപ്പിങ് ആ സമയത്താണ് അവർക്കൊരു കിഡ്ലക്കാജി പ്രൊഫസർ അവരുടെ ലൈഫിലേക്ക് കയറുന്നു വരുന്നത്. പ്രൊഫസറിന്റെ പേര് ഫ്രെഡ് ഹെർമാൻ എന്ന് പറയുന്നത്. അത് ആ പുള്ളി പറഞ്ഞു ജോലിയൊന്നും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു സാധനം തുടങ്ങി. അങ്ങനെയാണ് അവർക്ക് ഭയങ്കര ക്രേസി ആയിട്ട് തോന്നി. അവരത് ലിസൺ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ സ്റ്റെബിലിറ്റി ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു, അതൊക്കെ അവർ നിർത്തി. അവർ അൺസർട്ടനിറ്റി, എന്ത് ചെയ്യണം, എവിടെ നാളെ നാളെ എന്താകുമെന്നുള്ളൊരു ഇതിനകത്ത് അവർ ചിന്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെയാണ് അവർ ആക്ച്വലി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഡിഷണൽ വലിയൊരു ഇത് ഗ്യാരേജ് അവർ സ്റ്റാർട്ട് ചെയ്തു. ആ ഗ്യാരേജ് ആണ് ഇതെന്നാണ് തോന്നുന്നത്. $45 മന്ത്, നോ ഹീറ്റ്, നോ ഇൻസൾട്ടേഷൻ, കോൺക്രീറ്റ് ഫ്ലോറിലാണ് അവർ ആ ഒരു സമയത്ത്. അവരുടെ ഓഫീസ് എന്ന് പറയുന്നത് ആ ഒരു വുഡൻ വർക്ക് ബെഞ്ച് ആൻഡ് കോഫി പോട്ട്, അതായിരുന്നു അവരുടെ ഈ ഒരു വീടായിരിക്കാം അവരുടെ ആ ഒരു ഓഫീസ് പോട്ട് എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിയോ ഓസിലേറ്റർ ആയിരുന്നു. അതെ, ഹ്യൂലറ്റ് ബിൽഡ് ബൈ ഹാൻഡ് വെച്ചിട്ടാണ് ആ ഒരു സമയത്ത് പുള്ളി അത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ബൾബും യൂസസ് എ ലൈറ്റ് ബൾബ് ആസ് എ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ലൈറ്റ് ബൾബാണ്. റെവല്യൂഷണറി ആ ഒരു സമയത്ത് ഓർക്കണം, 1930 40-കളിലൊക്കെയാണ്. റെവല്യൂഷണറി ആവും, ചീപ്പായിരിക്കും. അതേപോലെ തന്നെ നോ വൺ ന്യൂ ദേ എക്സിസ്റ്റഡ്, ആർക്കും അറിഞ്ഞു ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു തന്നെ. ഡിസ്നിയാണ് ആ ഒരു സമയത്തേക്ക് വരുന്നത്. ഡിസ്നിക്കാണെങ്കിൽ നല്ല രീതിയിൽ സൗണ്ടുള്ള ടെക്നിക്സ് ഒക്കെ ആക്ച്വലി അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് അവർ 8 ഓസിലേറ്റേഴ്സ് അവർ വാങ്ങി. ഏകദേശം $21 ചെയ്യുന്നത് ആ ഒരു സമയത്ത്. ടോട്ടല് $21 എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേറ്ററിനാണ് 71, അപ്പോൾ $572 ആയിട്ടുണ്ട്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ബിഗ് ഡീൽ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് HP ജനിക്കുന്ന ഗൈസ്, HP വരുന്നത്. അങ്ങനെ HP പണിയെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ദേ ഫ്ലിപ്പ് എ കോയിൻ ടു ഡിസൈഡ് ദ നെയിം. അവർ ഒരു കോയിൻ വെച്ച് ഡിസൈഡ് ചെയ്തു എന്താണ് ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഹ്യൂലറ്റ് വോൺ. അങ്ങനെ ഹ്യൂലറ്റ് വോൺ, ഇറ്റ് ബിക്കെയിം ഹ്യൂലറ്റ് പാക്കാർഡ്. അങ്ങനെയാണ് HP എന്ന് പറയുന്നത്. ഫ്രം ഡേ വൺ ഡേ വിത്ത് കൾച്ചർ ഫസ്റ്റ്, പ്രോഫിറ്റ് ഷെയറിങ് ഫോർ എംപ്ലോയീസ്, എല്ലാവർക്കും പ്രോഫിറ്റ്. അങ്ങനെയൊക്കെ വേണം കമ്പനികൾ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യണം, അല്ലാതൊന്നും നടക്കല്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ അവേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗ്ഗമായേനെ. പിന്നെ മാനേജ്മെൻറ്റ് ബൈ വാക്കിംഗ് അറൗണ്ട്, വാക്കിംഗ് വഴിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ. റെവല്യൂഷണറി പരിപാടിയായിരുന്നു HP എന്ന് പറയുന്നത്. അപ്പോഴാണ് വേൾഡ് വാർ 2 അങ്ങനെ ഹിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മിലിറ്ററിക്കൊക്കെ ഈ ഇലക്ട്രോണിക് ഗിയറൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. ആ ഒരു സമയത്താണ് HP എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ആക്ച്വലി തോന്നിയത്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് $1000 നിന്ന് നേരെ $millions ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്യാരേജിൻ്റെ അപ്പുറത്തേക്ക് അവർ മാറി. മൈൻഡ് സെറ്റ് കൊണ്ടാണെങ്കിലും അവരുടെ പരിസ്ഥിതി കൊണ്ടാണെങ്കിലും ഒരു ഗ്യാരേജ്, ആ ഒരു വീട്ടിൽ നിന്ന് അവരിങ്ങനെ പറന്ന് അങ്ങ് മാറിയിട്ടുണ്ടെന്നാണ്. അതായത് അവരുടെ വാല് ഫുള്ള് കാലിഫോർണിയയിൽ ഫുള്ളിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഇന്നവേഷൻ, അതേപോലെ കൾച്ചർ എല്ലാം. അതേഴ്സ് സ്ട്രിക്ട് നോട്ട്സ്. ഫൗണ്ടേഴ്സ് വരെ അവരുടെ നോട്ട്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടവർ പഠിക്കാൻ വേണ്ടി നോട്ട്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. യങ് എഞ്ചിനീയേഴ്സ് HP ക്യാൻ ഡു ഇറ്റ്, സോ വി ക്യാൻ. അതെ, HPക്ക് ഗ്യാരേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 1976 HP ഇത് 2 ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നേക്കുന്നത്. ഒന്ന് സ്റ്റീവ് ജോബ്സും മറ്റേത് സ്റ്റീവ് ഓസിൻസ്ക് അങ്ങനെ അങ്ങോട്ട് കൈസ്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ മോനെ, ദേ കോൾ ദ സ്പാർക്ക് ദാറ്റ് സ്റ്റാർട്ടഡ് ആപ്പിൾ. അങ്ങനെ HP അത് വിസിറ്റ് ചെയ്തപ്പോഴാണ് സ്റ്റീവ് ജോബ്സിനൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അതേപോലെ തന്നെ ദേ ലോഞ്ച് ദെയർ ഓൺ ഗ്യാരേജ് സ്റ്റാർട്ടപ്പ്, അവരും ഗ്യാരേജ് സ്റ്റാർട്ടപ്പ് തുടങ്ങി. ദെൻ ഗൂഗിള് അവരുടെ പുറകെ വന്നു. അതേപോലെ തന്നെ എല്ലാവരും പിന്നെ ഗ്യാരേജിലായ ആക്ച്വലി പരിപാടി എന്ന് പറയുന്നത്. 1987 കാലിഫോർണിയ ഒരു ഹിസ്റ്റോറിക് ലാൻഡ് മാർക്കായിട്ട് അവരെന്തോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, ബർത്ത് പ്ലേസ് ഓഫ് സിലിക്കൺ വാലി. യെസ്, അതാണ് HP പരിപാടി. അതാണ് ഗ്യാരേജിൽ തുടങ്ങിയ സാധനം എങ്ങനെ ബർത്ത്
പ്ലേസിൽ വരെ എത്തി. അതായത് സിലിക്കൺ വാലിയുടെ ബർത്ത് പ്ലേസ് ആയിട്ട് വാങ്ങി. ആ $45 തുടങ്ങിയ ആ ഒരു ഗ്യാരേജാണ് ഒരു ഗ്ലോബൽ സിമ്പിൾ ഓഫ് ഇന്നോവേഷൻ. അതായത് HP എന്ന് പറയുന്ന അമ്മാതിരി കിടിലൻ കമ്പനി ആയിരുന്നു. അവരെ തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടപ്പാണ് ബാക്കി എല്ലാവർക്കും പ്രചോദനമായത്. സ്റ്റീവ് ജോബ്സ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഓരോ മനുഷ്യർക്ക്. പിന്നെ നമ്മുടെ ഡോമിലൊക്കെ ഇരുന്ന്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഡോമിലൊക്കെ ഇരുന്നിട്ട് പണി ചെയ്താൽ നമ്മുടെ സുക്രണൻ ഉണ്ടല്ലോ, സുക്രണൻ. അതായത് HP ഏകദേശം 50 ബില്യൺ ഉള്ള ഒരു ജയൻ്റായിട്ട് മാറി. 3 ലക്ഷത്തോളം എംപ്ലോയീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൗണ്ടേഴ്സ് എല്ലാം ബില്യണേഴ്സ് ആയിട്ട് മാറി. ബട്ട് ദെയർ ഗ്രേറ്റ് ഇൻവെൻഷൻ വാസ് ഇൻ ദ പ്രൊഡക്റ്റ്. ഇറ്റ് വാസ് എ കൾച്ചറായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഗൈസ് ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ആദ്യം ആപ്പിളാണ് ഉണ്ടായത്, അതിനുശേഷം ചിലപ്പോഴാണ് ഈ HP ഒക്കെ വന്നതെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് എച്ച് പിയിൽ നിന്ന് പഠിച്ചിട്ടാണ് ആ ആപ്പിളെല്ലാം ഉണ്ടായത് തന്നെ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. HP എന്ന് പറയുന്ന കമ്പനിയാണ് ബാക്കി എല്ലാ കമ്പനികളുടെയും ഒരു ബർത്ത് സാധനമായിട്ട് വന്നേക്കുന്നത്. HP-ൻ്റെ ആ ഒരു ഗാരേജ്, അതേപോലെ കാലിഫോർണിയ 1930-കൾ, അതൊക്കെയാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആരുടെയാ ദിസ് ഫാദർ വാസ് ഡിനൈഡ് എ 10K ലോൺ, സോ ഹി വർക്ക്ഡ് 3 jobs for 10 years straight. F1 ലെജൻഡിൻ്റെ അപ്പനാണല്ലോ. ഈ ചങ്ങാൻ്റെ പേര് ലൂയിസ് ഹാമിൽട്ടൺ. അതാണ്, ലൂയിസ് ഹാമിൽട്ടൺ ആണിത്. 1995 സീൻ വരുന്നത്. അതേപോലെ തന്നെ ഒരു ബ്രോക്കായിട്ടുള്ള ഒരു IT വർക്കറാണ് പുള്ളി. ഒരു ബാങ്കിലേക്ക് പോയിട്ട് ഏകദേശം $10,000 എന്ത് ചെയ്തു? $10,000 പോയിട്ട് ലോൺ ചോദിച്ചു. മകന് റേസിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോളർ ചോദിച്ചത്. പക്ഷെ ബാങ്കുകൾ എന്നും അങ്ങനെയാണല്ലോ, ഈ ഡിസൈഡ് ടു മേക്ക് ഹാപ്പൻ എന്ന് വേണം. പുള്ളിക്കാരൻ മകൻ എന്തായാലും ആ സാധനം വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു പുള്ളീൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 4 AM പുള്ളി IT ജോലിക്ക് പോകും. അതേപോലെ തന്നെ 5 PM പുള്ളീൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ് തുടങ്ങും. 10 PM തേർഡ് ഷിഫ്റ്റും തുടങ്ങും. അതേപോലെ തന്നെ 11 PM സണ്ണിൻ്റെ കാർട്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ദിവസം എവറി സിംഗിൾ ഡേ, എല്ലാ ദിവസവും 10 വർഷം ഇങ്ങനെയൊക്കെ ആ മനുഷ്യൻ അധ്വാനിച്ചു. അതായത് ഒന്ന് ഓർത്ത് നോക്കണം, 4 മണിക്ക് തുടങ്ങുന്ന ജോലിയാണ്, പിന്നെ 11 മണി വരെ പുള്ളി ജോലിയിലാണ്. അതേപോലെ തന്നെ പുള്ളിക്ക് കടന്നുറങ്ങാൻ കിട്ടുന്ന 5 മണിക്കൂർ. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിൽ പോയിട്ടും പണി ഉണ്ടാവുമല്ലോ. അതായത് സ്വന്തം മകന് വേണ്ടി പുള്ളി ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നോ TV ബിഫോർ ഹോംവർക്ക്. ഹോംവർക്ക് ഒന്നും ചെയ്യാതെ TV ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോഴ്സ് ചെയ്യാതെ ഗെയിം കളിക്കൂല. അതേപോലെ തന്നെ റേസിങ് നടക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേഡ്സ് ഒക്കെ വേണം. അതൊന്നും നടക്കില്ല. ലൂയിസ് നെവർ കംപ്ലൈൻറ്റ്, ഹി അണ്ടർസ്റ്റുഡ്. പുള്ളിക്കാരൻ മനസ്സിലാക്കി, ലൂയിസ് ഹാമിൽട്ടൺ മനസ്സിലാക്കി എന്താണ് അതിൻ്റെ കാരണം. 1995 10 years Lewis walks up to മെക്ലാറൻസ് ബോസ്. മെക്ലാറിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് ഐ വിൽ ഡ്രൈവ് ഫോർ യു വൺ ഡേ. അങ്ങനെയൊക്കെ പുള്ളിക്ക് പറയാൻ തുടങ്ങി. കം ബാക്ക് ഇൻ 9 years. 10 വയസ്സിലാണ് 10 വയസ്സിലാണ് പുള്ളി അങ്ങനെ മെക്ലാറിൻ്റെ ബോസിൻ്റെ അടുത്ത് ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ നേരെ 9 വർഷം കഴിഞ്ഞിട്ട് മനോട് വരാൻ പറഞ്ഞു. ഈ റിട്ടേൺ ഇൻ 3 വർഷം കഴിഞ്ഞിട്ട് ഇതിന് അണ്ണൻ തിരിച്ചു വന്ന് ഞാൻ ചെയ്ത് ഫോർമുല 1 ഫോർവേഡ്. ഫോർമുല 1 അണ്ണൻ ചേഞ്ച് ചെയ്തു. ഈ സ്റ്റാഡ്സ് ലെഫ്റ്റ് ഓൺ ദ സോഫ. മോട്ടേജ് പേയ്മെൻറ്റ്സ് എല്ലാം മിസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 18 hours വർക്ക് ചെയ്തത്. ഒരു ദിവസം 18 hours. എന്താ പറയുക, പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ആണെങ്കിൽ സ്കൂൾ ട്രിപ്പുകളൊക്കെ പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെയും ക്ലാസ്സിൻ്റെ കൂടെയൊക്കെ പോകേണ്ട അതെല്ലാം മിസ്സാക്കി. എന്തിൻ്റെയായിരുന്നു? എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഫോർമുല 1 ആയിരുന്നു. ആക്ച്വലി 2007 റുക്കി സീസൺ. ഓക്കെ, ലെറ്റ് ചാമ്പ്യൻഷിപ്പ് ലൂസസ് ബൈ 1 point. ബിഗിനേഴ്സ് ലക്ക്. അപ്പോൾ 2007 അണ്ണൻ ഒരു ചാമ്പ്യൻഷിപ്പിൽ അത്രയും എന്താ പറയുക, ഒരു പോയിന്റ് കൊണ്ട് അണ്ണൻ പിന്നിലായി പോയത്. എല്ലാവരും വിചാരിച്ചു, സത്യം ആദ്യം ഒരു തവണ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കും അത് ലെക്കാണ്. 2 തവണ 3 തവണ നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾ ഹാർഡ് വർക്കാണ് നമുക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സ് ലക്ക്, ലൂയിസ് റൈറ്റ്, വാച്ച് മീ ഗൈസ്, വാച്ച് മീ. 2008 ഫൈനൽ ലാപ്പിൽ പുള്ളിക്ക് സാധനം കിട്ടി. മീറ്റ്സ് 5th place to win. ഈ 6th. സാധനം കിട്ടിയില്ല ഗൈസ്, സോറി.
അപ്പം 5th പ്ലേസ് ആണ് വിൻ ചെയ്യാനുണ്ടായിരുന്നത്, പക്ഷേ 6th ആയിപ്പോയി. ലാസ്റ്റ് കോർണർ ഓവർടേക്സ്, നടന്ന് ഓവർടേക്സ് ആയിട്ടുണ്ട് സാധനം. അങ്ങനെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ളതാണ്. അതേപോലെ പുള്ളിൻ്റെ അപ്പൻ വളരെയധികം സന്തോഷിച്ചു. 2013 മെക്ലാരൻ പുള്ളി ലീവ് ചെയ്തിട്ട് നേരെ മെഴ്സിഡീസിലേക്ക് പോയി. എല്ലാവരും പറഞ്ഞ് കരിയർ സൂയിസൈഡ് എന്ന്. 6 ടൈറ്റിൽസ് ലേറ്റർ, 6 ടൈറ്റിൽ പുള്ളി അടിച്ചെടുത്തോ. ബെസ്റ്റ് ഡിസിഷൻ ഓഫ് ഹിസ് ലൈഫ്. മെഴ്സിഡീസിൽ പോയിട്ട് 105 വിൻസ്, 104 പോൾ പൊസിഷൻ, 7 വേൾഡ് ടൈറ്റിലൊക്കെ പുള്ളിൻ്റെ എടുത്തിട്ടുണ്ട്. ഫ്രം എ കൗൺസിൽ ഓൾസോ സ്റ്റിമുലേറ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് ഡ്രൈവർ അവർ. സത്യം ഗ്രേറ്റസ്റ്റ് ഡ്രൈവറാണ് പുള്ളി. ഫസ്റ്റ് റേസ് സ്യൂട്ട്, സ്യൂട്ട് പുള്ളീൻ്റെ ഉണ്ട്. അതേപോലെ ബാങ്കിൻ്റെ റിജക്ഷൻ ലെറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓൾഡ് സോഫ അതുണ്ട്. അതേപോലെ തന്നെ എല്ലാ ട്രോഫിയും പുള്ളിൻ്റെ ഫാദറിൻ്റെ അടുത്തുണ്ട്. അതേ, ഹി വാസ് ഇൻസ്പിറേഷണൽ ഫാദർ. സത്യം പറയാം, ഇങ്ങനത്തെ ഒരു കിടുക്കാച്ചി മനുഷ്യൻ, അല്ലാതെ നമ്മൾ എന്നാ പറയാനാണ് എൻ്റെ കാര്യം. അപ്പം നമ്മൾ കുറേയധികം ആൾക്കാരുടെ കഥകളെല്ലാം കേട്ടു. ഇതിനകത്ത് ലൂയിസ് ഹാമിൽട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ആ മറ്റേ F1 ഉണ്ടല്ലോ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് F1 മൂവിൻ്റെ ആളാണ് ലൂയിസ് ഹാമിൽട്ടൺ. പിന്നെ അതിനകത്തൊരു സീനുണ്ട്, ബ്രാഡ് പീറ്റ് ആണെന്ന് എനിക്കുന്നത്. ബ്രാഡ് പീറ്റ് ലൂയിസ് ഹാമിൽട്ടൺ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ചെങ്ങായാണ് ജോഷു ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് മറന്നുപോയി സത്യം പറഞ്ഞാൽ. എനിക്ക് ബ്രാഡ് പീറ്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആരാ നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ. അതൊക്കെ കിടിലൻ സാധനമായിരുന്നു. എനിക്ക് ഐ ലവ് ദ മൂവി F1 മൂവി. F1. അപ്പം ഗൈസ്, നമ്മൾ കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്ന ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശുഭനിദ്ര, ഗുഡ് നൈറ്റ്.